അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്കും ഇറാൻ്റെ തീരത്തേക്കും നീങ്ങിക്കൊണ്ടിരിക്കെ കടുത്ത മുന്നറിയിപ്പുമായി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടി രംഗത്ത് വന്നിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു എന്ന സംശയം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. പ്രധാനമായും അമേരിക്കയുടെ വിമാനവാഹിനി യുദ്ധക്കപ്പലായിട്ടുള്ള USS ആബ്രഹാം ലിങ്കൺ സൗത്ത് ചൈന കടലിൽ നിന്ന് വരുന്നത് സിംഗപ്പൂർ വഴി മലാക്ക കടലിടുക്കിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് വല്ലാത്ത തരത്തിലുള്ള ആശങ്കയുണ്ടാക്കുന്നതാണ്. വിമാനവാഹിനി യുദ്ധക്കപ്പൽ മാത്രമല്ല, അതിൻ്റെ കൂടെ ഡിസ്ട്രോയേഴ്സ് അടക്കമുള്ള മറ്റ് യുദ്ധക്കപ്പലുകൾ കൂടി വരുന്നു, സൈന്യം വരുന്നു. ഇത് പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൻ്റെ സൂചനയാണ്. അമേരിക്കയുടെ പടക്കപ്പലുകൾ വരുന്നതിൻ്റെ തൊട്ടുപിറകെയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയ ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഒരു കാലത്തും കാണാത്ത വിധം കീഴ്വഴക്കമില്ലാത്ത തരത്തിലുള്ള ആക്രമണം നടത്തുമെന്നാണ് ഈ മണിക്കൂറുകളിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണി മുഴക്കിയിട്ടുള്ളത്. അത് ഇസ്രായേലി പാർലമെൻറ്റിലെ നെസറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് ഇറാൻ്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. എന്തായാലും ഇസ്രായേൽ ഒരു ആക്രമണത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ജൂൺ മാസത്തിൽ 2025 നടന്ന 12 ദിവസത്തെ ഏറ്റുമുട്ടലിൻ്റെ ഒരു ഭീകരമായ ദൃശ്യങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കും അറിയാം. പക്ഷേ ആയത്തുള്ള ഖമനായിയുടെ ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേലും അമേരിക്കയും. അതിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാനായി. എന്തായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചെറിയ ഒരു മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രക്ഷോഭകരോട് സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനും ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ആഹ്വാനം ചെയ്യുകയും സഹായം വന്നുകൊണ്ടിരിക്കുകയാണ്, ഹെൽപ്പ് ഈസ് ഓൺ ദ വേ, സഹായം വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തിട്ട് ട്രംപ് മലക്കം മറിഞ്ഞ് വഞ്ചിച്ചു, ഒറ്റുകൊടുത്തു എന്നാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ഇറാനിലെ പ്രക്ഷോഭകർ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തിയെന്ന നിലയിലുള്ള ഒരു ചിന്താഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാവണം ഈ തരത്തിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇറാൻ്റെ തീരത്തേക്ക് നീങ്ങുന്നത്. ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഇതൊക്കെ വരുന്നത് കണ്ട് ഇതിൽ ആക്രമണത്തിനുള്ളതാണെന്ന് കണ്ടുകൊണ്ട് ഇറാൻ അങ്ങനെ അടിക്കാൻ ഒരുങ്ങിയാൽ അതൊരു ലോക യുദ്ധത്തിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. റഷ്യയും ചൈനയും ഇറാന് പിന്തുണയുമായി രംഗത്തുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഏറ്റവും പിന്തുണയായിട്ടുള്ളത് റഷ്യയാണ്. പ്രത്യേകിച്ച് റഷ്യയ്ക്ക് യുക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ നൽകിയത് ഇറാനാണ്. മറ്റു രാജ്യങ്ങളൊക്കെ പുറകോട്ട് നിൽക്കുമ്പോഴും ഇറാനിലേക്കാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറന്നെത്തി ഈ ഷഹിദ് ഡ്രോണുകളടക്കം ലക്ഷക്കണക്കിന് ഡ്രോണുകൾ ഇറാനിൽ നിന്ന് കൊണ്ടുപോകാനുള്ള ധാരണയായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇറാന് മേൽ ആക്രമണം ഉണ്ടായാൽ റഷ്യ സൈനികമായി രംഗത്തിറങ്ങുമെന്നറിയില്ല. എന്തായാലും റഷ്യ അവിടെയുണ്ട്. ചൈനയും ഈ തരത്തിൽ ചൈനയും ഇറാനുമായും നല്ല ബന്ധത്തിലാണ്. വെനിൻസുവേലയിൽ അമേരിക്ക നടത്തിയ ഇടപെടൽ റഷ്യയ്ക്കും ചൈനയ്ക്കും രുചിച്ചിട്ടില്ല. കാരണം വെനിൻസുവേലയുടെ എണ്ണയുടെ 80% ലഭിക്കുന്നത് ചൈനയ്ക്കാണ്. അത് അമേരിക്ക വന്ന് കട്ട് ചെയ്തിരിക്കുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ സുഹൃത്തായിരുന്നു വെനിൻസുവേല. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ ഭരണകൂടവും വലിയ രീതിയിൽ പിടിമുറുക്കുന്നു എന്നുള്ളത്, അതിനെതിരെ അത് നേരിടണം എന്നുള്ള ചിന്ത ചൈന, റഷ്യ, ഇറാൻ, നോർത്ത് കൊറിയ അച്ചുതണ്ടിൻ ഇടയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാനായിട്ട്. എന്തായാലും ഇസ്രായേൽ ഈ മണിക്കൂറുകളിൽ മുഴക്കിയിട്ടുള്ള ഭീഷണി ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നവരാണ് അന്താരാഷ്ട്ര തലത്തിലുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കട്ടെ എന്നുള്ള ചിന്തകളാണുള്ളത്. ട്രംപിനെ ഒരുപക്ഷെ പിടിച്ചു നിർത്തുന്നത് അവിടുത്തെ അറബ് രാജ്യങ്ങൾ തന്നെയാണ്. അമേരിക്കയുമായിട്ട് സഖ്യകക്ഷികളായും അല്ലാതെയും ബന്ധമുള്ള രാജ്യങ്ങളാണ് സൗദി അറേബ്യ, UAE, അതുപോലെ തന്നെ ഖത്തർ, ഒമാൻ, കുവൈറ്റ് തുടങ്ങി പ്രധാനപ്പെട്ട ഇറാഖ് അടക്കം. അവിടെയൊക്കെ US-ൻ്റെ സേനാത്താവളമുണ്ട്. ഏറ്റവും വലിയ സേനാത്താവളമുള്ളത് ഖത്തറിലാണ്. ഖത്തറിലെ ദോഹയ്ക്കടുത്ത് ഉദയ്ദ് വ്യോമത്താവളമാണ്, സേനാത്താവളമാണ് ഏറ്റവും വലിയ സേനാത്താവളം. അവിടെ നിന്നാണ് കമാൻഡ് സെൻറ്റർ. അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലെ താല്പര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഖത്തറിലെ തങ്ങളുടെ സേനാത്താവളത്തിൽ നിന്നാണ്. കഴിഞ്ഞ തവണ ഇറാനുമായി ഏറ്റുമുട്ടിയപ്പോൾ അമേരിക്ക ഇറാൻ്റെ ആണവ നിലയത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ടുവന്ന് വർഷിച്ചതിൻ്റെ തൊട്ടുപിറകെ അവർ ഇറാനിൽ നിന്ന് ഖത്തറിൻ്റെ US
സേനാ താവളത്തിലേക്ക് ആക്രമണം നടത്തിയത് ഒരുപക്ഷെ അമേരിക്കയെ അമ്പരപ്പിച്ചു. അതുകൊണ്ട് തന്നെയാവണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് ഇടപെട്ട് പെട്ടെന്ന് ഈ ഏറ്റുമുട്ടൽ നിർത്തുകയായിരുന്നു. 12 ദിവസം നീണ്ട ആദ്യം ഇറാൻ നിർത്തി, പക്ഷേ ഇസ്രായേൽ നിർത്താനായിട്ട് അല്പം മെല്ലെപ്പോക്ക് നയം കാണിച്ചപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് ശകാരിക്കാനും ട്രംപ് മറന്നില്ല. അപ്പോൾ ട്രംപിനത് നിർബന്ധമായിരുന്നു. ഇത്തവണയും ഇറാനെ കയറി ആക്രമിക്കും, പ്രക്ഷോഭകരെ കൊന്നൊടുക്കിയാലെന്ന് ഭീഷണി മുഴക്കിയിരുന്നു ട്രംപ്. അന്ന് ഭീഷണി മുഴക്കുമ്പോൾ 40 പേർ മാത്രമാണ് പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടിരുന്നത്. പിന്നീട് അത് 1000-ആയി, 2000-ആയി, 3000-ആയി, ഇപ്പോൾ 5000-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്നിട്ടും ട്രംപ് ഒരു തരത്തിലും ഇപ്പോൾ ആക്രമിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ട്രംപ് പേടിച്ച് പിൻവാങ്ങി എന്നുള്ള തരത്തിൽ പ്രചരണം വളരെ ശക്തമാണ്. പക്ഷേ കാരണമായിട്ട് പറയുന്ന ഈ അമേരിക്കയുടെ സേനാ താവളങ്ങളുള്ള രാജ്യങ്ങൾ മുഴുവൻ സമ്മർദ്ദവുമായി രംഗത്തിറങ്ങി എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഇപ്പോൾ കുവൈറ്റിൽ വലിയ സേനാ താവളമുണ്ട്, ഖത്തറിലുണ്ട്, ഒമാനിലുണ്ട്, ഇറാഖിലുണ്ട്, സൗദിയും UAE അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷികളാണ്. അമേരിക്കയുടെ ആയുധശേഖരങ്ങൾ, പാട്രിയോട്ട് മിസൈൽ സംവിധാനവും അതുപോലെ തന്നെ F-16 വിമാനങ്ങളുടെയൊക്കെ അടക്കമുള്ള നിരകളൊക്കെ ഉണ്ട്. അപ്പോൾ സൗദിക്ക് F-35 വിമാനം നൽകുന്നത് സംബന്ധിച്ചാണ് പിന്നീട് ഇസ്രായേലും സൗദിയും തമ്മിൽ അമേരിക്കയോട് അല്പം കലഹിച്ചത്. ഇസ്രായേലിന് നൽകുന്ന F-35 വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, അത് സൗദിക്ക് നൽകാൻ പാടില്ലെന്നാണ് ഒരു വാദം ഉയർന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന്. എന്തായാലും ഈ തരത്തിൽ സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്ന് ഇത് ഒരു തരത്തിലും പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും ഗുണകരമല്ല, അറബ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കും ഗുണകരമല്ല. അപ്പോൾ ഇറാനിൽ കയറി ആക്രമണം നടത്തരുതെന്നുള്ള കടുത്ത സമ്മർദ്ദത്തിലാണ് അവസാന നിമിഷം ട്രംപിന് പിൻവാങ്ങേണ്ടി വന്നത്. ഖത്തറിലെ സേനാ താവളത്തിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അവസാന നിമിഷം അമേരിക്ക പിൻവാങ്ങുകയായിരുന്നു. പക്ഷെ ഇപ്പോഴും സംഘർഷം ഒതുങ്ങി എന്ന് പറയാനാവുന്നില്ല. ഉണ്ടാവാതിരിക്കാം ഏത് സമയത്തും. അവരിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഓൾ ഔട്ട് വാർ എന്നല്ല. അവിടെ 86 വയസ്സുകാരനായ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ വധിക്കുകയോ പിടികൂടുകയോ ചെയ്യാനാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. പ്രത്യേകിച്ച് വെനിൻസുവേലയിൽ അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം ആക്രമിച്ച് പ്രസിഡൻറ്റിനെയും ഭാര്യയെയും പിടികൂടി അമേരിക്കയിലേക്ക് കൊണ്ടുപോയതുപോലെ ഇവിടുത്തെ ആയത്തുള്ള ഖമനിയെ പിടികൂടിയാൽ ഈ ഇസ്ലാമിക ഭരണകൂടം വീഴുമെന്നാണ് അമേരിക്ക കരുതുന്നത്. പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. വെനിൻസുലയിൽ അവിടുത്തെ പ്രതിപക്ഷത്തിന് സൈന്യത്തിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയുണ്ടായിരുന്നു. സൈന്യം പ്രസിഡൻറ്റിനെ രക്ഷിക്കാൻ രംഗത്ത് വന്നില്ലായിരുന്നു. ഓട്ടോക്രാറ്റ് എന്ന രീതിയിൽ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരുന്നു മഡൂറോ, വെനിൻസുലൻ പ്രസിഡൻറ്റ് നിക്കോളായ് മഡൂറോ. പക്ഷേ ഇവിടെ ആയത്തുള്ള ഖമനിക്കെതിരെ ഇറാനിലെ ജനങ്ങളുടെ വികാരം അതിശക്തമാണ്. പക്ഷേ അവിടുത്തെ മിലിറ്ററി സ്ട്രക്ചർ അതിശക്തമാണ് താനും. പ്രത്യേകിച്ച് അവിടുത്തെ റവല്യൂഷണറി ഗാർഡ്സ്, ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് അതിശക്തമായ രീതിയിലാണ് ഈ ഇസ്ലാമിക ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സൈന്യം, പോലീസ്, ഇതെല്ലാം. അപ്പോൾ അത് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരെ ഭേദിച്ചുകൊണ്ട് അവിടെ ഒരു ആക്രമണം നടത്തി ആയത്തുള്ള ഖമനിയെ പിടിച്ചുകൊണ്ട് പോവുകയോ കൊല്ലുകയോ ചെയ്യുക എന്നുള്ള അത്ര എളുപ്പമല്ല. നേരത്തെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ നിരവധി ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തി, സൈന്യാധിപന്മാരെ കൊലപ്പെടുത്തി. അത് നേരത്തെ തന്നെ വർഷങ്ങളോളം മൊസാദ് നടത്തിയ അണ്ടർഗ്രൗണ്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവർ താമസിക്കുന്ന വീടുകളും അവരുടെ കൂടെയുള്ള മൊബൈൽ ഫോണുകൾ, അവരുടെ വാർത്താ സംവിധാനങ്ങളെല്ലാം പിന്തുടർന്നാണ് ആ തരത്തിൽ ജൂൺ മാസത്തിൽ ഓപ്പറേഷൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബംഗറിൽ ഒളിവിൽ പോയിരിക്കുന്ന ആയത്തുള്ള ഖമനായിയുടെ കൈവശം ഫോണുകളോ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുടെ കയ്യിൽ ഫോണുകളോ ഇല്ല. വളരെ ദൂരെയാണ് അതൊക്കെ ഉള്ളത്. സന്ദേശം എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആയത്തുള്ള ഖമനിയെ ഇനി പെട്ടെന്ന് പിടികൂടുക അത്ര എളുപ്പമല്ല. പക്ഷേ ഇപ്പോഴും ഇറാൻ്റെ ഉള്ളിൽ മൊസാദിൻ്റെയും മറ്റ് ചാരസംഘടനകളുടെയും ഒരുപാട് ഏജൻറ്റുമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പേടിയുണ്ട്, ആശങ്കയുണ്ട് ഭരണകൂടത്തിന്. പ്രത്യേകിച്ച് പ്രക്ഷോഭം ഇത് ചെയ്ത് അതിൻ്റെ പേരിൽ 5000-ലേറെ പേർ കൊല്ലപ്പെട്ടു, 26,000 പേര് ജയിലിൽ കിടക്കുന്നു. അപ്പോൾ ഇറാനിലെ വനിതകൾ 2022 മുതൽ 2023 വരെ വലിയ പ്രക്ഷോഭം നടത്തിയതാണ്. അന്ന് 550 പേർ കൊല്ലപ്പെട്ടു, 10,000-കണക്കിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു, 1000-കണക്കിന് ആൾക്കാരെ തൂക്കിലേറ്റി അനൗദ്യോഗികമായിട്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ഇപ്പോഴത്തെ ഭരണത്തിനെതിരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അമേരിക്ക കയറി ആക്രമിച്ചാൽ ഇറാനിലെ ജനങ്ങൾ അമേരിക്കക്കെതിരെയുള്ളൊരു വികാരത്തിൽ വീണ്ടും ഈ ഭരണകൂടത്തിനോടൊപ്പം ചേരുമെന്നുള്ള വിലയിരുത്തൽ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസിയും ഒപ്പം തന്നെ അറബ് രാജ്യങ്ങളും ട്രംപിനോടും അവരുടെ ഭരണകൂടത്തോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാവണം ഈ അമേരിക്ക ഈ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത്. പക്ഷേ എന്തായാലും
കൂടുതൽ ഇറാൻ ഭരണകൂടം ധൈര്യം സംഭരിച്ചിരിക്കുന്നു. അവർ നേരത്തെ അല്പം ഒന്ന് പിൻവാങ്ങിയതാണ്, കാരണം പ്രക്ഷോഭം കടുക്കുകയും അമേരിക്ക ആക്രമിക്കുമെന്നുള്ളത് വന്നപ്പോൾ അവർ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഇറാൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇറാൻ ഇപ്പോൾ പറയുന്നത് 72 മണിക്കൂറിനുള്ളിൽ പ്രക്ഷോഭകാരികൾ കീഴടങ്ങണം. ഞങ്ങൾക്കറിയാം ആരൊക്കെയാണ് പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്നത്. അവർ ഒളിവിലാണെങ്കിലും എവിടെയാണെങ്കിലും 72 മണിക്കൂർ എന്ന് വെച്ചാൽ 3 ദിവസത്തിനുള്ളിൽ കീഴടങ്ങണം. കീഴടങ്ങിയില്ലെങ്കിൽ സർവ്വശക്തി ഉപയോഗിച്ച് അവരെ പിടികൂടി ശിക്ഷിക്കും എന്നൊരു ഉഗ്ര ശാസനം ഇറാൻ്റെ ഭരണകൂടം മുഴക്കിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൂടിയുള്ള മുന്നറിയിപ്പാണ്. നിങ്ങളാണ് പ്രക്ഷോഭകരെ രംഗത്തിറക്കിയതെന്ന് ഇറാൻ എപ്പോഴും പറയുമ്പോഴും അമേരിക്കയും ഇസ്രായേലിനും കൊടുക്കുന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ്. പ്രക്ഷോഭകർ കീഴടങ്ങി കംപ്ലീറ്റ് ആയിട്ട് അതിൽ സറണ്ടർ കീഴടങ്ങി വരുന്നില്ല എങ്കിൽ അവർക്കെതിരെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആക്രമിക്കുമെന്നാണ്. ഇപ്പോൾ ഒരു ഡു ഓർ ഡൈ ബാറ്റിലേക്ക് പോവുകയാണ്. അടുത്ത 3 ദിവസത്തിനുള്ളിൽ അവർ കീഴടങ്ങുമോ ഇല്ലയോ? അപ്പോൾ അത് അമേരിക്ക കയറി ആക്രമിച്ചാൽ ഒരുപക്ഷെ അവരാരും കീഴടങ്ങാൻ സാധ്യതയില്ല. ഇറാന് പറഞ്ഞ പോലെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സുവർണ അവസരം ആയത്തുള്ള ഖമനിയെ വീഴ്ത്താനും ഇസ്ലാമിക ഭരണകൂടത്തെ വീഴ്ത്താനും കിട്ടുന്ന സുവർണ അവസരം ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് ചൊല്ലിയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങൾ അങ്ങനെ ഒരു ആക്രമണത്തെ എതിർക്കുകയും ചെയ്യുന്നു. അവർക്കാർക്കും ഇറാനോട് താല്പര്യമുണ്ടായിട്ടല്ല, പക്ഷേ ഇറാനെ ആക്രമിച്ചാൽ ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെയൊക്കെ അവരുടെ US സേനാ താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവും. അത് തെറ്റിയാൽ ആ രാജ്യത്ത് തന്നെയാണ് ആക്രമണം നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പ്രശ്നമുണ്ട്. എന്ന് മാത്രമല്ല പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടായ എണ്ണവില കൂടും. മൊത്തത്തിൽ അവിടുത്തെ ഒരുപാട് സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിലാണ്. ഇസ്രായേലിന് ഇറാനെ ഇനിയും ആക്രമിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഹമാസും ഹെസ്ബുള്ളയും ഹൂതികൾ യമനിൽ നിന്ന്, ഹെസ്ബുള്ള ലെബനിൽ നിന്ന്, അതുപോലെ തന്നെ ഹമാസ് ഗസയിൽ നിന്ന് അവരുമായിട്ടുള്ളൊരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത്. അവർക്ക് ആയുധങ്ങളും സൈന്യവും ഒക്കെ നൽകുന്നത് ഇറാനാണ്. ഇപ്പോൾ ഇറാനെ തളർത്തുക, ഇറാനെ തോൽപ്പിക്കുക, ഇറാനിലെ ഈ ഭരണകൂടത്തെ ചെയ്ത് അമേരിക്കയും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു ഭരണം അവിടെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പിലൊന്നും കീഴടങ്ങാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഇറാൻ ഇതുവരെ നിൽക്കുന്നത്. ഇറാന് കിട്ടുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇറാൻ ഷിയ രാഷ്ട്രമാണെങ്കിലും മറ്റു രാജ്യങ്ങളിലെ ഇസ്ലാമിക ജനതകൾക്കിടയിൽ ഇറാൻ ഒരു ഫൈറ്റിംഗ് രാജ്യമാണ്, പോരാട്ടത്തിൻ്റെ വീര്യമുള്ള രാജ്യമാണെന്നുള്ള ചിന്തയുണ്ട്. ഇതുതന്നെയാണ് മറ്റു പല രാജ്യങ്ങളെയും ഇത് ചെയ്യുന്നത്. ഒരു ജനതയുടെ പിന്തുണ ഒരു പക്ഷേ ഇറാനേക്കാൾ കൂടുതൽ ഇറാൻ്റെ പുറത്ത് അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്താ പറയുക പോര് നയിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇറാനെ കാണുന്നുണ്ട്. അതാണ് ഒരു പക്ഷേ മറ്റു ഗൾഫ് രാജ്യങ്ങളെ ഒരുപോലെ തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. തള്ളിയാൽ ഒരുപക്ഷെ തങ്ങളുടെ ജനങ്ങൾ തന്നെ അവർക്ക് എതിർക്കുമോ എന്നുള്ള പേടിയുണ്ട്. ഇപ്പോൾ സൗദി അമേരിക്കയെ പിന്തുണച്ച് അമേരിക്ക കയറി ഇറാനിൽ അടി നടത്തിയാൽ സൗദിയിൽ തന്നെ അത് എതിർപ്പുണ്ടാകുമെന്നുള്ള ഭീതിയുണ്ട്. അത് സൗദിയിൽ മാത്രമല്ല, UAE-യിലാണെങ്കിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവർക്ക് ഇറാനോട് താല്പര്യമില്ല. കാരണം ഇറാൻ അവർക്കൊരു ഭീഷണി തന്നെയാണ്. ഇറാൻ സൗദിയെയും UAE-യും സുന്നി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളെയൊക്കെ ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണം ഗൾഫ് രാജ്യങ്ങളിലെ ഈ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിലെ സംഭവവാസങ്ങൾ പശ്ചിമേഷ്യയിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാർ, ലക്ഷക്കണക്കിന് മലയാളികൾ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ജനിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ഇറാനുമായിട്ടൊരു യുദ്ധമുണ്ടായാൽ അത് ഇറാനിൽ ഒതുങ്ങില്ല, ഗൾഫ് മേഖലയെ മുഴുവൻ പടർന്നു പിടിക്കും. ഇറാഖ് കയറി കുവൈറ്റിൽ ആക്രമണം നടത്തിയപ്പോഴും ഇതേ സംഭവം ഉണ്ടായതാണ്. ഇറാഖ് യുദ്ധം വന്നപ്പോഴും ഇത് ഉണ്ടായതാണ്. ഇറാഖിലേക്ക് അമേരിക്ക സദ്ദാം ഹുസൈൻ്റെ കാലത്ത് ആക്രമണം നടത്തിയപ്പോഴും ഇതേ സംഭവവാസങ്ങൾ ഉണ്ടായതാണ്. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ പന്തിയല്ല. പക്ഷേ ഇപ്പോഴത്തെ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം അനുസരിച്ച് കാര്യങ്ങൾ നിൽക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഇതിലൊരു പ്ലെയർ എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ട്രംപിന് അടിയേറ്റ അവസ്ഥയുണ്ട്. കാരണം ട്രംപ് സഹായം വന്നുകൊണ്ടിരിക്കുന്നു പറയുകയും ആയത്തുള്ള ഖമനിയെ വീഴ്ത്തുമെന്ന് പറയുകയും ചെയ്തിട്ട് അനങ്ങാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, ഇറാൻ വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വരുന്നു എന്നുള്ള പ്രതീതി ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇറാനെ എല്ലാ കാലത്തും ഒരു അപകടകാരിയായിട്ട് കാണുന്നുവെന്ന് മാത്രമല്ല, അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കസേരയ്ക്ക് തന്നെ ഇളക്കം തട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കേണ്ടത് അദ്ദേഹത്തിന് ആവശ്യമാണ്. അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ അഴിമതി കേസ് നിൽക്കുന്നു, അത് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ട്രംപ് ഇടപെട്ട് ഐസക് ഹെർസോഗ് എന്ന ഇസ്രായേലിൻ്റെ പ്രസിഡൻറ്റിന് മാപ്പപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ മാപ്പപേക്ഷ സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു കേസിൽ ജയിലിലാവുമെന്നുള്ള തരത്തിൽ പ്രശ്നങ്ങളുള്ള ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും
ഒരു യുദ്ധം ആവശ്യമാണ്. യുദ്ധത്തിൽ നിന്ന് പെട്ടെന്ന് പിന്മാറിയാൽ ഇതൊക്കെ പ്രശ്നമാകും. അതുകൊണ്ട് ഇറാനിലെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. ഏത് സമയവും ആക്രമണം ഉണ്ടാവാം, ഒരുപക്ഷെ പിൻവലിയാം. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ ഇപ്പോഴും ഒരു സംഘർഷത്തിൻ്റെ നിഴലിൽ തന്നെ നിൽക്കുകയാണ്.